കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എൻ്റെ സർവസ്വവുമായ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു മനസ്സോടെ കുമ്പിടാം. അവിടുന്ന് എൻ്റെ ദൈവമാകുന്നു എന്ന വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം. എൻ്റെ രക്ഷകനും നാഥനും കർത്താവും എൻ്റെ കോട്ടയും എൻ്റെ ആലംബവും എൻ്റെ വൈദ്യനുമായ അവിടുത്തെ സന്നദ്ധികൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബലഹീനതകൾ നമുക്ക് മനസ്സിലാകുക, നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാകുക, നമ്മുടെ രോഗാവസ്ഥകൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക. നല്ല വൈദ്യനായ കർത്താവേ, ഞാൻ ആത്മാവിലും എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും രോഗാവസ്ഥയിലാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങയിൽ ആലംബം വയ്ക്കേണ്ട എൻ്റെ മനസ്സും ഹൃദയവും ഈ ലോകത്തിൽ പലതിലും ആശ്രയിക്കാനിടയായി തീർന്നു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ദൈവമായവനെ, സർവശക്തനായ കർത്താവേ, അങ്ങേക്കാൾ ഉപരിയായി ലോകത്തിൻ്റെ ദൈവങ്ങളെ കണ്ടെത്തുന്നതിൽ ഞാൻ വീണുപോയി എന്ന് ഞാൻ ഏറ്റുപറയുന്നു. അവിടുത്തെ വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ദുർഭഗാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ സന്നദ്ധിയിൽ ഞാൻ എടുക്കുന്ന പല തീരുമാനങ്ങളും നിറവേറ്റാൻ എനിക്ക് സാധിക്കുന്നില്ല. വിശുദ്ധ പൗലോസിനോട് ചേർത്ത് ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത്. ദുർഭഗമായ അവസ്ഥയിൽ ഞാൻ എത്രയോ ദുർഭഗൻ. പൗലോസിനോട് ചേർന്ന് എൻ്റെ കർത്താവേ, ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ എത്രമാത്രം ദുർഭഗനാണ്. അങ്ങയിൽ ആശ്രയിക്കാനുള്ള വിശ്വാസം നൽകണമേ, അങ്ങയിൽ ആശ്രയിക്കാനുള്ള എളിമ നൽകണമേ, അങ്ങയിൽ ആശ്രയിക്കാനുള്ള അനുതാപം നൽകണമേ. അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഓടി വരാൻ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. കർത്താവേ, ഈ ലോകത്തിന്റെ അരൂപിയിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാവാൻ ഞാൻ ആഗ്രഹിച്ചു. അവിടുത്തെ സന്നദ്ധിയിൽ ഞാൻ തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് നിറവേറ്റാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്റെ ബലഹീനതകളിൽ അവിടുന്ന് എന്നെ സഹായിക്കണമേ. കരുണയായിരിക്കണമേ, കരുണ തോന്നണേ. എന്റെ ബലഹീനതകളിൽ കരുണയായിരിക്കണമേ. എന്റെ ബലഹീനതകളിൽ എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥകളെ തിരുസന്നിധിയിൽ തുറന്നു വെക്കുന്നു. എൻ്റെ ജീവിതത്തിലെ മുൻഗണനകൾ ഞാൻ തെറ്റിച്ചതിന് ഞാൻ മാപ്പിരക്കുന്നു. അവിടുത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ, സമ്പന്നത അനുഭവിക്കാൻ ദുർഭഗനായി ഞാൻ പരിശ്രമിച്ചു. അതെന്നെ കൂടുതൽ ബലഹീനനാക്കി, അന്ധകാരത്തിലേക്ക്
അസ്വസ്ഥതയിലേക്ക് എന്നെ നയിച്ചു. അങ്ങേ കൂടാതെയുള്ള യാത്രകളെല്ലാം കൂടുതൽ കൂടുതൽ മുറിവുകൾ ഏൽക്കുന്നതിന് ഇടയായി തീർന്നു. അങ്ങാകുന്ന പ്രകാശത്തിൽ നിന്നും ഇരുട്ടിലേക്ക് ഞാൻ സഞ്ചരിച്ചു. ഇടറിയ വഴികളിലൂടെ, തെറ്റായ വഴികളിലൂടെ. അവിടുത്തെ സന്നദ്ധിയിൽ ഞാൻ എടുക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ വണ്ണം എൻ്റെ ആന്തരിക മനുഷ്യൻ ബലഹീനനായി. അങ്ങയിലേക്കും മറ്റുള്ളവരിലേക്കും തിരിയേണ്ട എൻ്റെ മനസ്സും ഹൃദയവും എന്നിലേക്ക് മാത്രം ഞാൻ കേന്ദ്രീകരിച്ചു. സ്വാർത്ഥനായി, സ്വയോന്മുഖനായി. സാത്താന്റെ കരങ്ങളിൽ ഞെരിഞ്ഞമരുമ്പോൾ സംഭവിക്കുന്ന ദൈന്യത എൻ്റെ ജീവിതത്തെ വല്ലാതെ വേട്ടയാടി. അവിടുന്ന് എന്നിലേക്ക് ചൊരിഞ്ഞ സന്തോഷവും സമാധാനവും ഞാൻ ചോർത്തിക്കളഞ്ഞു. സ്വയോന്മുഖത എന്ന മാരകമായ ബലഹീനതയെ എൻ്റെ കർത്താവേ അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയിലേക്ക് നോക്കാത്ത കണ്ണുകൾ, അങ്ങയിലേക്ക് ഉയരാത്ത എൻ്റെ കരങ്ങൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് തിരിയാത്ത എൻ്റെ കരങ്ങൾ, അവരുടെ വേദനകൾ കാണാൻ സാധിക്കാത്ത എൻ്റെ കണ്ണുകൾ, അങ്ങയിൽ നിന്നും എൻ്റെ സഹജീവികളിൽ നിന്നും അകന്നിരിക്കുന്ന എൻ്റെ ബലഹീനമായ ഹൃദയം, ഈ ബലഹീനതകളെ എല്ലാം അവിടെ സന്നദ്ധിയിൽ ഇറക്കി വയ്ക്കുന്നു. താബോറിൽ അവിടുത്തെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് അവിടുന്ന് തേജസ്വിയായതുപോലെ എൻ്റെ കർത്താവേ അവിടുത്തെ സന്നദ്ധിയിൽ ഈ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കാൻ, ഈ കളങ്കങ്ങളെല്ലാം ഇറക്കി വയ്ക്കാൻ, ഈ കുറവുകളെല്ലാം ഇറക്കി വയ്ക്കാൻ എന്നെ സഹായിക്കണമേ. അങ്ങേ ആലംബമായി കാണാൻ, അങ്ങയിൽ എൻ്റെ ജീവിതം പണിയാൻ എന്നെ സഹായിക്കണമേ. ഉറപ്പുള്ള അടിത്തറയിൽ എൻ്റെ ജീവിതത്തെ പടുത്തുയർത്താൻ അവിടുന്ന് സഹായിക്കണമേ. പാഴ്മണ്ണിലും ചതിപ്പു നിലങ്ങളിലും എൻ്റെ ജീവിതത്തെ പണിയുന്നതിൽ വ്യർത്ഥമായി അധ്വാനിച്ച എൻ്റെ ബലഹീനതയോർത്ത് ഞാൻ മാപ്പിരക്കുന്നു. ആഴപ്പെടേണ്ട എൻ്റെ ആന്തരികത കർത്താവായ ദൈവമേ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ആഴപ്പെടുത്താൻ സാധിക്കാതിരുന്നത് ഞാൻ മാപ്പിരക്കുന്നു. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിത്തറയിട്ട ബുദ്ധിമാനായ മനുഷ്യനെ പോലെ എൻ്റെ ജീവിതത്തെ അങ്ങയിൽ അടിത്തറയിട്ട് പണിതുയർത്താൻ സഹായിക്കണമേ. എൻ്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എൻ്റെ ഈശോ മാത്രം. എൻ്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എൻ്റെ ഈശോ മാത്രം. അങ്ങുമായുള്ള വ്യക്തിബന്ധം ഉറപ്പിക്കുന്നതിന് ഏകാന്തമായി പ്രാർത്ഥിക്കാനും അവിടുത്തെ സന്നദ്ധിയിൽ സമയം ചിലവഴിക്കാനും ഞാൻ വിമുഖത കാണിച്ചു. തിരക്കോടെ തത്രപ്പെട്ടി ഞാൻ ഓടി നടന്നു. ദൈവരാജ്യം പണിയുന്നതിൽ നിന്നും വ്യത്യസ്തമായ തിരക്കുകൾ പാപത്തിലേക്ക് നയിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. വ്യർത്ഥമായ എൻ്റെ വ്യഗ്രതകളെയെല്ലാം എൻ്റെ ദൈവമേ അവിടുത്തെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു.
അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കാൻ സമയമില്ലാതെ വ്യഗ്രതയോടെ പരിഹാരം കണ്ടെത്താൻ പരിശ്രമിച്ച സാവൂളിനെ പോലെ ഞാൻ ഏറ്റുപറയുന്നു, എനിക്ക് തെറ്റിപ്പോയി. അവിടുത്തെ സന്നദ്ധിയിൽ സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരുമ്പോൾ പാപത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എൻ്റെ കർത്താവേ, എന്നെ ബലപ്പെടുത്തുന്നത് അവിടുത്തെ സ്നേഹമാണ്. മറ്റുള്ളവരിലേക്ക് ഒഴുകിയിറങ്ങുന്ന ആ സ്നേഹമാണ്, ദിവ്യമായ സ്നേഹമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ സഹോദരങ്ങളെ ഞാൻ വെറുത്തു, എൻ്റെ മാതാപിതാക്കളെ ഞാൻ വെറുത്തു, എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ വെറുത്തു. എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നി. എൻ്റെ ദൈവമേ, അങ്ങയോടുള്ള ബന്ധത്തിലും ഈ വെറുപ്പ് കടന്നു വന്നു. ആ ബന്ധം വിച്ഛേദിക്കപ്പെടാനിടയായി. സാത്താൻ കയറി വന്നു. സ്വർഗത്തിൽ നിന്നും കൃപകൾ ഇറക്കിക്കൊണ്ടുവരുന്ന എല്ലാ വാതിലുകളും അതിലൂടെ അടഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിച്ചുവെന്ന് വിശ്വസിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവീൻ. ക്ഷമിക്കാതെയുള്ള എൻ്റെ പ്രാർത്ഥനകൾ ജൽപ്പനങ്ങളായി, അതര വ്യായാമങ്ങളായി മാറി. ദൈവാരാധനയിൽ നിന്നും അകന്ന് വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നത് പോലെ ബലഹീനമായി. പ്രാർത്ഥനയിലൂടെ ഞാൻ സ്വീകരിക്കേണ്ട കൃപകൾ എനിക്ക് സ്വീകരിക്കാൻ കഴിയാതെയായി. എൻ്റെ ബലിജീവിതം, എൻ്റെ ബലിയർപ്പണം, ബലിയിലുള്ള ഭാഗഭാഗത്വം, നിങ്ങൾ ബലിവസ്തുക്കളുമായി ബലിവേദിയിലായിരിക്കുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ ബലിവസ്തുക്കൾ ബലിവേദിയിൽ വെച്ചിട്ട് പോയി രമ്യപ്പെട്ടു വരിക എന്ന അവിടുത്തെ വചനത്തെ ഞാൻ വിസ്മരിച്ചു. വെറുപ്പോടെ അർപ്പിക്കുന്ന കുർബാനകളൊക്കെ സാത്താൻ അർപ്പിക്കുന്ന കാഴ്ചകളായി മാറുമെന്ന് എൻ്റെ കർത്താവേ ഞാൻ ഏറ്റുപറയുന്നു. കൂടുതൽ കൂടുതൽ പാപകരമായ അവസ്ഥയിലേക്ക് എന്നെ നയിക്കുമെന്ന്. നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമെങ്കിൽ നിന്റെ തെറ്റുകളും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ എൻ്റെ കർത്താവേ, മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കാതെ പാപക്ഷമ തേടിയ അവസരങ്ങളെല്ലാം വ്യർത്ഥമായി പോയി എന്ന് ഞാൻ അറിയുന്നു. കോപിക്കാമെന്നാൽ പാവമാകരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. സ്നേഹത്തിന്റെ വെളിച്ചം, സ്നേഹത്തിന്റെ സൂര്യൻ അവസാനിക്കുന്നിടത്ത് സാത്താൻ കടന്നു വരികയും എൻ്റെ ജീവിതത്തെ കശക്കിയെറിയുകയും ചെയ്യും, അന്ധകാരത്തിലേക്ക് നയിക്കുന്നു. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. എൻ്റെ ജീവിതം ഛിന്ന ഭിന്നമായി പോയത് എൻ്റെ കർത്താവേ, സ്നേഹത്തിൻ്റെ ഒരാഘോഷമായി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്.
വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആ ഒരു വറുതിയിൽ ഞാൻ അകപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഞാൻ മാപ്പിരക്കുന്നു കർത്താവേ, അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ വേദനിപ്പിച്ചവരുണ്ട്, എന്നെ നൊമ്പരപ്പെടുത്തിയവരുണ്ട്, എനിക്കെതിരെ ഒറ്റുകൂടിയവരുണ്ട്, എന്നെ ഒറ്റപ്പെടുത്തിയവരുണ്ട്. എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച എൻ്റെ കർത്താവേ, അങ്ങയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ, സ്നേഹിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. കർത്താവേ, ക്ഷമിക്കുവാനും മറക്കുവാനും അവിടുത്തെ കൃപ ആവശ്യമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അവിടുന്ന് സ്പർശിക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ക്ഷമിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. മറ്റുള്ളവരുടെ തെറ്റുകളെ മറക്കാൻ ആവശ്യമാകുന്ന കൃപ നൽകണമേ. ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. എന്റെ രക്ഷകനായ ഈശോയെ, എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. അങ്ങേ മുൻനിർത്തി ഞാൻ ക്ഷമിക്കുന്നു. മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ. യേശുവേ, കർത്താവേ, യേശുവേ, ഞാൻ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ മാപ്പിരക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ. ഞാൻ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ഹൃദയത്തിന്റെ മുറിവുകളോട്, തിരുമുറിവിനോട് ഈ പ്രിയപ്പെട്ടവരെ ചേർത്ത് വയ്ക്കുന്നു. ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അവശേഷിക്കുന്ന എല്ലാ മുറിവുകളും കർത്താവേ, സ്നേഹത്തിൻ്റെ ഒരനുഭവത്തിലായിരിക്കാൻ, എൻ്റെ വ്യക്തിബന്ധങ്ങളെ സ്നേഹത്തിൽ പോഷിപ്പിക്കുവാൻ, എൻ്റെ ജോലികൾ, എൻ്റെ കർമ്മങ്ങൾ ഉത്സാഹത്തോടെ നിറവേറ്റാൻ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നത് പോലെ ഉൾക്കൊള്ളുവാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ ആന്തരികമായ എല്ലാ മുറിവുകളിലേക്ക് എൻ്റെ കർത്താവേ എഴുന്നള്ളി വരണമേ. അമ്മയുടെ ഉദരം മുതൽ നാളിതുവരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ, വ്യത്യസ്തരായ വ്യക്തികളിലൂടെ, വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ എന്നിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ആഘാതങ്ങളിൽ നിന്നും, എല്ലാ ഭയപ്പാടുകളിൽ നിന്നും, എല്ലാ മുറിവനുഭവങ്ങളിൽ നിന്നും എൻ്റെ കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ സുഖപ്പെടുത്തണമേ. എനിക്ക് ലഭിക്കാതെ പോയ സ്നേഹം മുഴുവനും അവിടുന്ന് നിറയ്ക്കണമേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ ഓമനക്കുട്ടനല്ലേ എന്ന് അവിടുന്ന് അരുളി ചെയ്തുകൊണ്ട് വാരിയെടുത്ത് ഹൃദയത്തോട് ചേർക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് എൻ്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഒറ്റപ്പെടൽ നിമിഷങ്ങളിൽ എന്നിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള മുറിവുകളിലേക്ക് എൻ്റെ കർത്താവേ അവിടുന്ന് കടന്നു വന്ന് പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്തി, ഈ സഭാ ശരീരത്തോട് ചേർത്ത് നിർത്തി എന്നെ സുഖപ്പെടുത്തുന്നതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യമായ ശക്തിയാൽ എൻ്റെ ആന്തരികമായ എല്ലാ മുറിവുകളിലേക്ക് അവിടുന്ന് സൗഖ്യമയക്കുന്നതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. വേദനകൾ ഞാൻ അർപ്പിക്കുന്നു എൻ്റെ ഈശോ, എൻ്റെ ഈശോ, എൻ്റെ ഈശോയേ. വേദനകൾ ഞാൻ അർപ്പിക്കുന്നു.
നമുക്ക് മാമോദീസായിലെ വാഗ്ദാനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായി ഏകകർത്താവായി നമുക്ക് പ്രഖ്യാപിക്കാം. അവിടുത്തെ സന്നിധിയിൽ മാലാഖമാർക്ക് മുമ്പിൽ പരിശുദ്ധന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ദൈവമേ, അവിടുത്തെ എൻ്റെ ഏകരക്ഷകനായി ഞാൻ ഏറ്റുപറയും, എൻ്റെ സൗഖ്യദായകനായി എന്ന് ഏറ്റുപറയും. സാത്താനെയും അവൻ്റെ എല്ലാ ആഡംബരങ്ങളെയും അവൻ്റെ എല്ലാ വഴികളെയും അവൻ്റെ എല്ലാ ആലോചനയെയും അവൻ്റെ എല്ലാ ആഘോഷങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. രക്ഷകനായ ഈശോയെ, അങ്ങേ എൻ്റെ ഏക രക്ഷകനായി, എൻ്റെ ഏക കർത്താവായി, എൻ്റെ ഏക സൗഖ്യദായകനായി ഞാൻ ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ എൻ്റെ ജീവിതത്തിൻ്റെ ഏക ശക്തിയായി, എൻ്റെ ജീവിതത്തിൻ്റെ ഏക നിയമമായി ഞാൻ സ്വീകരിച്ചേറ്റു പറയുന്നു. രക്ഷകനായ ഈശോയെ, എൻ്റെ കഴിഞ്ഞകാല ഓർമ്മകളിലേക്ക് എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കാതിരിക്കുന്ന ധാരാളം മുറിവുകളുണ്ട്. അതെല്ലാം എൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. എൻ്റെ സമാധാനത്തെയും സ്വസ്ഥതയെയും എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. കടന്നു വരണമേ. എൻ്റെ മുറിവുകളിലേക്ക് രക്ഷകനായ ഈശോയെ, അവിടുത്തെ തിരുരക്തം ഒഴുകിക്കൊണ്ട് കടന്നു വന്ന് എന്നെ സുഖപ്പെടുത്തുന്നതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യത്തിൽ പുറപ്പെടുന്ന ദിവ്യമായ ശക്തിയാൽ എൻ്റെ എല്ലാ മുറിവുകളെയും അവിടുന്ന് സുഖപ്പെടുത്തുന്നതിനാൽ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഈ സൗഖ്യ ശുശ്രൂഷ സമ്പൂർണ്ണമാകാൻ പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മടിത്തട്ടിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. രക്ഷകനായ യേശു ക്രിസ്തു വളർന്നു വന്ന മടിത്തട്ട്, ധാരാളം മുറിവുകൾ ഏൽക്കാൻ സാധ്യതയുള്ള, അപകർഷതയിൽ ഒറ്റപ്പെടൽ കഴിഞ്ഞിരുന്ന, എലിസബേത്തിന്റെ ഉദരത്തിൽ വളർന്നു വന്ന യോഹന്നാന് ധാരാളം മുറിവുകൾ ഉണ്ടാകാമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ആ ഭവനത്തിൽ നിന്നും അമ്മ ഉയർത്തിയ, എലിസബത്തിനോട് ചേർന്ന് ഉയർത്തിയ ആ സ്തുതിപ്പുകൾ യോഹന്നാനെ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിച്ചു. മുറിവേറ്റ പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാനെ കരങ്ങളിൽ ഏറ്റുവാങ്ങി, രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഏറ്റുവാങ്ങി, മുറിവുകളില്ലാതെ സ്വർഗീയ അവർ തേജസ്സിൽ വളർത്തിക്കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. അമ്മ സ്നേഹം കൊണ്ട് നമ്മെ പൊതിയും, തിരിക്കച്ചയാൽ നമ്മെ പൊതിയും, പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കും. സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നാം കടന്നു വരും. എത്രയും ദയുള്ള പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ സൗഖ്യം നമുക്ക് സമ്പൂർണ്ണമാക്കാം. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തൂടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. കൈവിടാത്ത അമ്മയുടെ മടിത്തട്ടിൽ നമ്മളെ തന്നെ നമുക്ക് പരമേൽപ്പിക്കാം. സൗഖ്യമുള്ളവരായിരിക്കാം. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീ. ഞങ്ങൾക്ക് ശരണപ്പെടാൻ മറ്റൊരിടമില്ല. അമ്മയുടെ മടിത്തട്ടിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു.
നെടുവീർപ്പും കണ്ണീരും കൈമുതല അലയുമി പാപികൾ തനയരല്ലോ. നെടുവീർപ്പും കണ്ണീരും കൈമുതല അലയുമി പാപികൾ തനയരല്ലോ. അതിരില്ല നിന്ദയവായിട്ടില്ലിതാ. അഭയത്തിനണയുന്നു സാധുശീല. എത്രയും ദയയുള്ള മാതാവേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയാമംബികെ നന്മ പൂർണ്ണേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയാമംബികെ നന്മ പൂർണ്ണേ. അവനിൽ സുധരുടെ യാചനകൾ അലിവോടെ കേട്ടു നീ അഭയമേകൂ. ഇത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തൂടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. അമ്മയുടെ മടിത്തട്ടിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നാം പരിപൂർണമായി സൗഖ്യമുള്ളവരായി തീരട്ടെ. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ്റെ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനെൻ സർവവും അടിയനേതാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.